ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഡിവൈൻ പ്രോഫറ്റ് ടാരോട്ട്. എല്ലാവരും സുഖമായിരിക്കുന്നു? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ എന്താണ് ഇന്നത്തെ ഗൈഡൻസ് എന്ന് നമുക്ക് നോക്കാം. എന്താണ് ഇപ്പോൾ നിങ്ങൾ അറിയേണ്ടതെന്ന് നമുക്ക് നോക്കാം. ടാരോയോട് ചോദിച്ച് നോക്കാം എന്താണ് ഗൈഡൻസ് എന്ന്. ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ വാലിഡ് ആയിരിക്കും. ഓക്കെ, റീഡിങ്ങിലേക്ക് പോകാം. കാർഡുകൾ ഷഫിൾ ചെയ്യാണ്. ബി പോസിറ്റീവ്. എന്താണ് ഇന്നത്തെ ഗൈഡൻസ്, എന്താണെന്ന് അറിയേണ്ടത് നമുക്ക് നോക്കാം. ടാരോയോട് ചോദിക്കാം എന്താണ് ഇന്നത്തെ ഗൈഡൻസ്. കാർഡുകൾ നോക്കാം. Nine of Pentacles, Cups, Devil കാർഡാണ്. Page of Wands, Ace of Swords, Five of Cups, Four of Cups, Six of Wands. ബോട്ടം ഡെക്ക് സ്റ്റാർ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, കാർഡുകളൊന്ന് അറേഞ്ച് ചെയ്യാം. ഓക്കെ, റീഡിങ്ങിലേക്ക് പോകാം. കാർഡുകൾ എന്താണെന്ന് നോക്കാം. 9 ഓഫ് പെൻറ്റക്കിൾസ്, 8 ഓഫ് കപ്സ്, ഡബിൾ കാർഡ് ഉണ്ട്, അതുപോലെ 4 ഓഫ് കപ്സ്, പേജ് ഓഫ് വാണ്ട്സ്, ഏസ് ഓഫ് സോർഡ്സ്, 5 ഓഫ് കപ്സ്, 6 ഓഫ് വാണ്ട്സ്. ബോട്ടം ഡെക്ക് വന്നിരിക്കുന്നത് സ്റ്റാർ കാർഡാണ്. ഓക്കെ, സ്റ്റാർ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ് ആദ്യം. ഇപ്പോൾ നോക്കാം എന്താണ് 9 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഇവിടെ ഇന്ന് നിങ്ങൾക്ക് വളരെ സ്വയം പ്രൗഡ് തോന്നുന്ന അല്ലെങ്കിൽ സ്വയം അഭിമാനിക്കുന്ന തരത്തിലുള്ള ഒരു ഫീലിംഗ് ആണ് ഇന്നുള്ളത്. വളരെയധികം പ്രൗഡും അഭിമാനവും ഒക്കെ തോന്നുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ഒരു റിവാർഡൊക്കെ വരുന്നു. അതുപോലെ ഫിനാൻഷ്യലായിട്ട് നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആകുന്നു. ആ ഒരു ഇൻഡിപെൻഡൻസി അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് കാണുന്നത്. വളരെയധികം പ്രൗഡ് മൊമെൻറ്റ് ഫീൽ ചെയ്യുന്നു. അതുപോലെ നല്ല രീതിയിൽ നിങ്ങൾ സെൽഫ് കെയർ ഒക്കെ ചെയ്യുന്നു, സെൽഫ് ലവ് ചെയ്യുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കുന്നതാവാം, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാകാം. വളരെയധികം മറ്റുള്ളവരുടെ മുന്നിൽ മറ്റുള്ളവർ നിങ്ങളെ കാണുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള ആ കമൻറ്റ് പറയുന്ന രീതിയിൽ നിങ്ങൾ വളരെയധികം എനർജറ്റിക് ആയിട്ടും നല്ല രീതിയിൽ ഒരുങ്ങിയിട്ടൊക്കെ നിൽക്കുന്നതായിട്ടും സ്വയം കോൺഫിഡൻ്റ് ആയിട്ടും ഇവിടെ കാണുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവർക്കും നല്ല രീതിയിൽ അവർക്കും നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു, അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതുമാണ്. അതുപോലെ നിങ്ങൾക്ക് വളരെയധികം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് ചെയ്യാനും ഉള്ള ആ ഒരു എനർജിയാണ് ഇന്നിവിടെ 9 ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്നത്. ഓക്കെ, ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങൾ അത് റിയാലിറ്റിയിലേക്ക് വരുന്നു എന്നുള്ളതുമാണ്. അതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു വരുമാനം, ഒരു ഇൻകം നിങ്ങളിലേക്ക് വരുന്നതും ഒരുപാട് ആഗ്രഹിച്ച ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുള്ള കാര്യം നിങ്ങൾ ഒരുപാട് കാലമായിട്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും. അത് നിങ്ങളിലേക്ക് ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു കാര്യം നടക്കാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു കാത്തിരിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടതായിട്ടുള്ള ഒരാളെ, ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ആ ഒരു ബന്ധം നിങ്ങളിലേക്ക് വരാനായിട്ട് മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ കാത്തിരിക്കുന്നൊരു എനർജിയും ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തി
വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടൊക്കെയാണ് ഈ ഒരു 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി ഇവിടെ പറയുന്നത്. അടുത്തത് 8 ഓഫ് കപ്സ് ആണ്. അതായത് ഇവിടെ നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ആ ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടേക്ക്, അതിനെ പുറകിൽ ഉപേക്ഷിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. അതായത് അതിനെ വിട്ടുകൊണ്ട് അത് നിങ്ങളുടെ പിറകിൽ ഉപേക്ഷിച്ച് ലീവ് ചെയ്ത് നിങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങുന്നു. ഒരു ഗ്രഹണ സമയം മാറി, അതായത് നിങ്ങളുടെ പാഠങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങുന്നൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ റിലേഷൻഷിപ്പിലായാലും എന്താണ് നിങ്ങളുടെ എന്തായിരുന്നു ഇതുവരെ സംഭവിച്ചതെന്നുള്ളത് ആ ഒരു കാര്യം നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവിടുന്ന് നീങ്ങുന്നതായിട്ടുള്ള ആ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. പുതിയൊരു മാറ്റം നിങ്ങളിലേക്ക് വരുന്നു, പുതിയൊരു തുടക്കത്തിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കുന്നു, അല്ലെങ്കിൽ അതിലേക്ക് നിങ്ങൾ പോകാൻ തീരുമാനിക്കുന്നതായിട്ടും ആണിവിടെ. ഇതുവരെ ഉണ്ടായിട്ടുള്ള ഡിസപ്പോയിൻമെൻറ്റ്സ് ഒക്കെ മാറ്റി വെച്ചിട്ട് അതിലേക്ക് പോകുന്നതായിട്ടാണ് 8 ഓഫ് കപ്സ് ഇവിടെ പറയുന്നത്. അടുത്തത് ഡബിൾ കാർഡാണ്. ഓക്കെ, ഇവിടെ നമുക്ക് പല അഡിക്ഷൻസും അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, വേണ്ടാത്ത തരത്തിലുള്ള ചിന്തകൾ, അല്ലെങ്കിൽ എന്താണ് മറ്റുള്ളവരെ ആശ്രയിക്കുന്ന തരത്തിലുള്ള എന്ത് കാര്യത്തിനും മറ്റുള്ളവരെ ആശ്രയിക്കുന്ന തരത്തിൽ ഉള്ള ശീലങ്ങൾ, സ്വഭാവങ്ങൾ, അതുപോലെ തന്നെ വേണ്ടാത്തതായിട്ടുള്ള കൂട്ടുകെട്ടുകൾ, അതുപോലെ ടെംപ്റ്റേഷൻസ്, എന്താണ് പലതരത്തിലും റിലേഷൻഷിപ്പിലായാലും ആ ഒരു എന്താണ് മോശം രീതിയിലുള്ള ആ ഒരു കൂട്ടുകെട്ട് ഒക്കെ നിങ്ങളിൽ നിന്ന് മാറുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളതിനെ മനസ്സിലാക്കുന്നു, അതിൽ നിന്ന് മാറാൻ വേണ്ടി നിങ്ങൾ പോകുന്നു, അതിനായിട്ട് ആ ഒരു തിരിച്ചറിവ് നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങളിൽ നിന്ന് ആ നെഗറ്റീവ് നിങ്ങൾ മനസ്സിലാക്കുകയും ചിലപ്പോൾ എന്താണ് ഇതുപോലെ റീഡിങ്ങുകൾ വഴിയാവാം, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എന്താണ് ഒരു മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ അതിനുള്ള ക്ലാരിറ്റി വരുന്നതുമാവാം. അപ്പോൾ അതിൽ നിന്ന് അതുപോലെ നിങ്ങളുടെ അറ്റാച്ച്മെൻറ്റ്, പലതിലും വേണ്ടാത്തതായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്സും ഒക്കെ ഉണ്ടാവാം, ആസക്തികൾ, ചില കാര്യങ്ങളൊന്നും എന്താണ് പലർക്കും മാറ്റിവെക്കാൻ പറ്റാത്ത രീതിയിൽ അതിന് അഡിക്റ്റഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഫോണിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ, പ്രശ്നങ്ങൾ, വെറുതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ പോയി ഇടപെട്ടിട്ട് പ്രശ്നം ഉണ്ടാവുക, ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങളിത് വിട്ടുപോകുന്നതായിട്ടും അതിനെ മനസ്സിലാക്കുന്നതായിട്ടും തിരിച്ചറിയുന്നതായിട്ടും അതിൽ നിന്ന് വിട്ടു മാറി നല്ലൊരു രീതിയിലേക്ക് വരുന്നതായിട്ടും ഉള്ള ഒരു എനർജിയാണ് ഇവിടെ ഡബിൾ കാർഡ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ആ ടോക്സിസിറ്റിയിൽ നിന്നൊക്കെ ഒഴിവായി നിൽക്കുന്നു. കുറേ പേർ അങ്ങനെയാണ് കാണുന്നത്. കുറേ പേർ അതിനെ തന്നെ ക്യാപ്ചർ ചെയ്തുകൊണ്ട് വീണ്ടും വീണ്ടും അത് അറിയാം, ഇങ്ങനെയാണെന്ന് അറിഞ്ഞുകൊണ്ടും വീണ്ടും അതിലേക്ക് പോകുന്നതായിട്ടുള്ളൊരു എനർജി ഇവിടെയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അതിനൊക്കെ മാറ്റിയിട്ട് പുതിയ രീതിയിൽ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് അതിനെ ഉപേക്ഷിക്കുക, മനഃപൂർവ്വമായിട്ട് ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആരോഗ്യകരമല്ലാത്ത കാര്യങ്ങളെ ഉപേക്ഷിക്കാൻ മനഃപൂർവ്വം നിങ്ങൾ തയ്യാറായേ മതിയാവൂ. എങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നതും പുതിയ രീതിയിൽ നല്ല കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതും എന്ന് മനസ്സിലാക്കാം. ചിലപ്പോൾ ചില ഹാബിറ്റ്സൊക്കെ ആയിരിക്കും. ചിലവർക്ക് എന്താണ് ടെൻഷൻ വരുമ്പോൾ കൂടുതൽ ഫുഡ് കഴിക്കുന്നതായിരിക്കാം, ഇല്ലെങ്കിൽ എന്താണ് ചിലപ്പോൾ ഫുഡ് കഴിക്കാതിരിക്കുന്നതായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. ടെൻഷൻ വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എന്താണ് കൂടുതൽ പുകവലിക്കുന്നതായിരിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ആ ഒരു ശീലങ്ങളൊക്കെ മോശമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ അത് ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല. അത് മനഃപൂർവ്വമായിട്ട് നിങ്ങൾ ഉപേക്ഷിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും പറയാനേ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങളാണത് മാറ്റേണ്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ഉപേക്ഷിക്കുക എന്നുള്ള ഒരു ഇതും കാണുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവർ, ഏത് കാര്യത്തിനും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുക, അവരുണ്ടെങ്കിൽ എനിക്ക് നടക്കുള്ളൂ, എങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, അവർ വിളിച്ചില്ല പറഞ്ഞില്ല, ഇങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ, ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ സെൽഫായിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതും ഇവിടെ ഡബിൾ കാർഡ് സൂചിപ്പിക്കുന്നുണ്ട്. അടുത്തത് 4 ഓഫ് കപ്സ് ആണ്. അതായത് നിങ്ങളിലേക്ക് ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു ഓഫർ നിങ്ങളിലേക്ക് വരുന്നുണ്ട്, പക്ഷേ നിങ്ങളത് കാണുന്നില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങളിലേക്ക് ഇതുവരെ വന്നിട്ടുള്ള ആ ഒരു പല സിറ്റുവേഷനിലുണ്ടായുള്ള പ്രശ്നങ്ങൾ, അതിനെ ആലോചിച്ചുകൊണ്ട് മാത്രമാണ് നിങ്ങളിരിക്കുന്നത്. നിങ്ങൾക്കൊരു ഓഫർ വരുന്നുണ്ട്,
ഇപ്പോൾ ഒരു ഓഫർ വരാൻ ചാൻസ് ഉണ്ട്. അതിനെ എന്താണ് വ്യക്തമായി മനസ്സിലാക്കി അതിനെ സ്വീകരിക്കാനുള്ള, വേണ്ടതാണെങ്കിൽ അത് സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞു പോയ ഇതിൽ നിന്നും കാലത്തിൽ നിന്നും നിങ്ങൾ ചിലപ്പോൾ വിട്ടു പോയതായിരിക്കും. മുൻപ് നിങ്ങൾ ഉപേക്ഷിച്ചൊരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വിട്ടുപോയതായിരിക്കാം. അത് നിങ്ങളിലേക്ക് തിരികെ വരുന്നു. പാസ്റ്റിൽ നിങ്ങൾ അതിനെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ വേണ്ടാത്തതായിട്ട് നിങ്ങളിലേക്ക് വേണ്ടാത്തത് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഉപേക്ഷിച്ച കാര്യമായിരിക്കാം. അത് ഡിവൈൻ അതിൻ്റെ നല്ലൊരു വേർഷനായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ നിങ്ങളത് നോക്കാതെ ഇരിക്കുകയാണ്. കാരണം നിങ്ങൾ മെൻ്റലി കുറച്ചും കൂടി ഒന്ന് ഹീൽഡ് ആവാനുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്കത് കാണാത്തത്. അതുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സിറ്റുവേഷൻ ഒന്ന് റീവാലുവേറ്റ് ചെയ്യുക. എന്നിട്ട് എന്താണ് അതിനെ ആ ഒരു ഓഫർ എങ്കിൽ മാത്രമാണ് ആ ഓഫർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതും അതിനെ സ്വീകരിക്കാൻ വേണ്ടി പറ്റുന്നതും. അതുപോലെ എന്താണ് ഫോർഗീവ് ചെയ്യേണ്ടവരോടൊക്കെ ഫോർഗീവ് ചെയ്ത് ഫോർഗെറ്റ് ചെയ്ത് ലെറ്റ് ഗോ ചെയ്യുക. എങ്കിൽ മാത്രമാണ് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അതാണ് ഇവിടെ 4 ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. അടുത്ത പേജ് ഓഫ് വാൺസ് ആണ്. ഇപ്പോൾ പേജ് ഓഫ് വാൺസിൻ്റെ എനർജി എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് പുതിയൊരു ഐഡിയ വരുന്നു എന്നുള്ളതാണ്. പുതിയൊരു കാര്യം നിങ്ങളിലേക്ക് വരുന്നു, പുതിയ ഐഡിയാസ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെയധികം ഒരു യങ് എനർജി നിങ്ങൾക്ക് ഇന്ന് ഫീൽ ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾ മുമ്പ് ഉപേക്ഷിച്ചതായിട്ടുള്ള ഒരു കാര്യം, മുമ്പ് നിങ്ങൾക്ക് മുഴുമിപ്പിക്കാൻ പറ്റാത്ത കാര്യം നിങ്ങളിലേക്ക് വരുന്നതായിട്ടും അതിനെ വളരെയധികം പാഷനേറ്റായിട്ട് കാണുന്നതായിട്ടും അതിനോടൊപ്പം മുന്നോട്ടേക്ക് പോകാൻ തീരുമാനിക്കുന്നതായിട്ടുമാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ചിലർക്കൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ, അതായത് നിങ്ങളിൽ നിന്ന് വിട്ടുപോയ വ്യക്തികളിൽ നിന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ലഭിക്കാനുള്ള ഒരു സാധ്യത. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ്, മുമ്പ് നിങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് ഉപേക്ഷിച്ചതായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ വീണ്ടും ഒരു പുതിയൊരു എനർജിയോടുകൂടി നിങ്ങളതിനെ കാണുന്നു. അതുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ, ഒരു റിസ്ക് എടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ തീരുമാനിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. എന്ത് റിസ്ക് എടുത്തും അതിനെ സ്വീകരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇവിടെ ഒരു തിരിച്ചറിവ് വരുന്നു. അതുപോലെ തന്നെ ഒരു തിരിച്ചറിവ് വരുന്നതായിട്ടും ഒരു അതിലെന്താണ് നടന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വ്യക്തത വരുത്തിക്കൊണ്ട് നിങ്ങളിലേക്ക് വരാൻ, നിങ്ങൾക്കൊരു ഓഫർ നൽകിക്കൊണ്ട് ഒരു റിലേഷൻഷിപ്പിൽ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി വരുമായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഈ ഒരു എനർജി നിങ്ങളിലേക്ക് കാണിച്ചു തന്നിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ആരെങ്കിലും വരാനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ ചില ഐഡിയാസ് ആയിരിക്കും കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും തുടങ്ങാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാൻ, എന്തെങ്കിലും ചെയ്യാൻ പുതിയതായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങളിലേക്ക് വരുന്നതുമായിരിക്കാം. അതുപോലെ വളരെയധികം യൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു യങ് ആയിട്ടുള്ള എനർജിയാണ് നിങ്ങൾക്ക് ഇന്ന് ഫീൽ ചെയ്യുന്നുണ്ടാവുക. അതുപോലെ എല്ലാ കാര്യങ്ങളും വളരെയധികം എക്സൈറ്റ്മെൻറ്റോടുകൂടി ചെയ്യാനുള്ള ആ ഒരു ആവേശം നിങ്ങളിലേക്ക് വരുന്നു. അതുപോലെ തന്നെ പല കാര്യങ്ങളും ഇൻസ്പയർഡ് ആവുന്നു. ചിലപ്പോൾ ചില വീഡിയോസോ അങ്ങനെ എന്തോ കാണുമ്പോൾ, അല്ലെങ്കിൽ ചില സംഭവങ്ങളിൽ ഒരു ഇൻസ്പിറേഷൻ നിങ്ങളിലേക്ക് ലഭിക്കുന്നു എന്നുള്ളതുമാണ്. പിന്നെ ചിലർക്കൊക്കെ ഒരു എക്സ്ട്രീമിലി ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു സോളിനെ പോലെ, അല്ലെങ്കിൽ എല്ലാത്തിൽ നിന്നും വിട്ട് മാറിക്കൊണ്ട് ഒരു ഫ്രീ ആയിട്ടുള്ളൊരു എനർജിയിൽ പോകാനുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഒരു ഫ്രീ മൈൻഡഡ് ആയിട്ട് എല്ലാത്തിനെയും കാണാനും വളരെ ഫ്രീ ആയിട്ട് നിൽക്കാനും, ഒരു പ്രശ്നങ്ങളൊന്നും ചിന്തിക്കാതെ, ആകുലതകളൊന്നും കെയർ ചെയ്യാതെ എല്ലാ കാര്യത്തിലും വളരെ ഫ്രീ ആയിട്ട് പെരുമാറുന്ന ഒരു രീതിയിലുള്ള ഒരു എനർജിയും ഇവിടെ പേജ് ഓഫ് വാൺസിൻ്റെ ഇതിൽ കാണുന്നുണ്ട്. ഓക്കെ, അടുത്തത് ഏസ് ഓഫ് സോർട്സ് ആണ്. അപ്പോൾ നിങ്ങളിലേക്കൊരു മെൻ്റൽ ക്ലാരിറ്റി വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ പുതിയൊരു അവസരം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അതുപോലെ ചിലർക്കൊക്കെ ഒരു സക്സസ് നിങ്ങളിലേക്ക് വരുന്നു. അതുപോലെ വളരെയധികം നിങ്ങളുടെ മനസ്സ് വളരെ വ്യക്തമായിട്ട് പല കാര്യങ്ങളും തീരുമാനിക്കുന്നതായിട്ട്, ഒരു ഷാർപ്പ് മൈൻഡഡ് ആയിട്ടും കാണുന്നുണ്ട്. നിങ്ങൾക്ക് പല കാര്യത്തിലും ഇതുവരെ ഇല്ലാതിരുന്ന ഒരു വ്യക്തത വരുന്നു. ഇവിടെ കാണാം, ഒരു വിക്ടറി ഇവിടെ കാണാം. അപ്പോൾ നിങ്ങളിലേക്ക് വിജയത്തെ കൊണ്ടുവരുന്ന ഒരു അവസരം നിങ്ങളിലേക്ക് ഡിവൈൻ ഓഫർ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു വഴക്കൊക്കെ ഉണ്ടാവാൻ, പുതിയൊരു കോൺഫ്ലിക്റ്റ് തുടങ്ങാനുള്ള ഒരു കാര്യവും ഉണ്ടാകാം. ഇത്രയും കാലം സ്മൂത്തായി
പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇടയിലേക്ക് ഒരു പുതിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. നിങ്ങളുടെ വാക്കുകളാൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്കുകളാൽ നിങ്ങളുടെ ഇടയിൽ ആ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ചിലർക്കൊക്കെ ഇത് ഒരു ഒരു സർജറി വേണ്ടുന്നതായിട്ടുള്ള കാര്യവും സർജറിയുടെ ഒരു ഇതും കൂടി ഇവിടെ കാണുന്നുണ്ട്. എന്തെങ്കിലും ഒരു ഇതിൽ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു സർജറി വരുന്നതായിട്ടും ആ ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട്. അതാണ് ഏസ് ഓഫ് സോർഡ്സിൻ്റെ എനർജി ഇവിടെ പറയുന്നത്. അടുത്തത് 5 ഓഫ് കപ്സ് ആണ്. ഓക്കെ, പലരും ഇവിടെ വളരെയധികം ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് ആ ഒരു ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ആ ഒരു ഇതിൽ നിന്നും ഒരു നിങ്ങൾക്ക് പെട്ടെന്നൊരു മാറ്റം വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ആ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലായിരിക്കും, പക്ഷേ അതിൽ നിന്ന് ഒരു തിരിച്ചറിവ് പെട്ടെന്ന് വരുന്നതായിട്ട് നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ ഈ ഒരു വ്യക്തിയെ കാണാം വളരെയധികം ചുറ്റുമുള്ള അവസരങ്ങളൊന്നും കാണാതെ കയ്യിൽ നിന്ന് പോയിട്ടുള്ള കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിരുന്ന് വിഷമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. പല കാര്യങ്ങളും മുന്നിലുണ്ടെങ്കിലും അതുപോലെ ആ ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ ഒരുപാട് കഴിവുകളും ഒരുപാട് കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാനുണ്ട്, ഒരുപാട് കഴിവുകളുണ്ട്, വളരെയധികം സ്ട്രെങ്ത് ഉള്ള ആളാണ്, വളരെയധികം പൊട്ടൻഷ്യലുള്ള വ്യക്തികളാണ്. പക്ഷെ അതൊന്നും യൂസ് ചെയ്യാതെ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് വേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ യൂണിവേഴ്സ് നീക്കിക്കളഞ്ഞിട്ടുണ്ടാവുക. എങ്കിലും അതിനെക്കുറിച്ച് ആലോചിച്ചിരുന്ന് കയ്യിൽ നിന്ന് പോയ കാര്യത്തെ അല്ലെങ്കിൽ ആ കയ്യിൽ നിന്ന് വീണ് മറിഞ്ഞു പോയിട്ടുള്ള കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് വിഷമിക്കുന്നതായിട്ടാണ് കാണുന്നത്. എങ്കിലും ആ ഒരു എനർജി മാറുന്നുമുണ്ട്. ആ ഒരു എനർജി ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്കിൽ തന്നെ ഒരു മാറ്റം വരുന്നു എന്നുള്ളതും കൂടി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾ അതിനെ മനസ്സിലാക്കുന്നതായിട്ടും അതിൽ നിന്നൊരു ഹീലിംഗ് വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചില സമയങ്ങളിൽ ചിലപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് വിഷമിക്കുന്നതായിട്ടും പെട്ടെന്ന് അതിനെക്കുറിച്ച് അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നതായിട്ടും മനസ്സിനൊന്ന് ശരിയാക്കുന്നതായിട്ടും സ്വയം അതിനെ ശരിയാക്കാൻ ശ്രമിക്കുന്നതായിട്ടുള്ളൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു പശ്ചാത്താപം തോന്നിയേക്കാം. അയ്യോ, എങ്കിലും എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ എന്നാലോചിച്ച് പെട്ടെന്നൊരു വിഷമം വരുന്നതായിട്ടും ഞാൻ തോറ്റുപോയല്ലോ എന്ന് തോന്നുന്നതായിട്ടും അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ആലോചിക്കുന്നതായിട്ടും ഡിസപ്പോയിൻറ്റഡ് ആവുന്നതായിട്ടും എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള ചിന്ത പെട്ടെന്ന് വരുന്നതായിട്ടും അതുപോലെ തന്നെ അതിൽ നിന്ന് പെട്ടെന്ന് മാറി വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അതാണ് 5 ഓഫ് കപ്സിൻ്റെ എനർജി ഇവിടെ പറയുന്നത്. അടുത്തത് 6 ഓഫ് വാൺസ് ആണ്. നിങ്ങളിലേക്ക് ഒരു റെക്കഗ്നേഷനാണ് വരാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ഇന്ന് റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നുണ്ടാവും മറ്റുള്ളവരുടെ മുമ്പിൽ. ഒരു പബ്ലിക് റെക്കഗ്നേഷനാണ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ഒരു സക്സസ്, നിങ്ങളുടെ ഇതുവരെയുള്ളതിൽ നിന്നും ഒരു പ്രോഗ്രസ് അത് മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുന്നു. അതുപോലെ വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നു. നിങ്ങൾ ഒരു ലൈം ലൈറ്റിൽ അഭിനന്ദിക്കപ്പെടുന്നു എന്നുള്ളതൊക്കെയാണ് ഈ ഒരു 6 ഓഫ് വാൺസിൻ്റെ എനർജി ഇവിടെ പറയുന്നത്. ഓക്കെ, കാർഡ് കാണില്ലേ, ഇതാണ്. ഓക്കെ, 6 ഓഫ് വാൺസ് ആണ്. അപ്പോൾ ചിലർക്കൊക്കെ ഒരു ഫസ്റ്റ് ലെവൽ അച്ചീവ്മെൻ്റ് ആണ്. അതായത് ചിലർക്ക് ഒരു കല്യാണത്തിൻ്റെ സാധ്യതയും ഇവിടെ കാണുന്നുണ്ട്. ഒരു കല്യാണത്തിൽ പങ്കെടുക്കുവാനും അതുപോലെ തന്നെ കല്യാണം നടക്കുന്നതിലേക്കുള്ള കാര്യങ്ങളിൽ ആ ഒരു കല്യാണത്തിൻ്റെ ഒരു എനർജിയും ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഒരു ജയം, ഒരു വിക്ടറിയാണ്. അതുപോലെ കല്യാണത്തിൽ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ മറ്റുള്ളവരിൽ നിന്ന് നല്ല വാക്കുകൾ, ഇതുവരെ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത രീതിയിൽ നല്ല വാക്കുകൾ, പ്രശംസ നിങ്ങളിലേക്ക് ലഭിക്കുന്നതായിട്ടും പ്രശംസ വരുന്നതായിട്ടും മറ്റുള്ളവർ നല്ല രീതിയിൽ നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കാൻ ഇടവരുന്നതായിട്ടും ഉള്ള ഒരു എനർജിയാണ്. റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ചില മത്സരങ്ങളിലൊക്കെ ചിലപ്പോൾ പങ്കെടുത്തിട്ട് നിങ്ങൾക്ക് ഒരു അഭിനന്ദനം ലഭിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ നിന്നും എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് നേടാൻ പറ്റുന്നതായിരിക്കാം, ഒരു സമ്മാനം കിട്ടുന്നതായിരിക്കാം. ഇതൊക്കെയാണ് ഇവിടെ 6 ഓഫ് വാൺസിൻ്റെ എനർജി ഇവിടെ പറയുന്നത്. അല്ലെങ്കിൽ ഒരു വിജയാഘോഷത്തിൽ നിങ്ങൾ പങ്കെടുക്കുന്നതായിരിക്കാം, മറ്റൊരു വ്യക്തിയുടെ വിജയാഘോഷത്തിൽ നിങ്ങൾ പങ്കെടുക്കുന്നതുമായിരിക്കാം. മേ ബി അങ്ങനെ ഒരു എനർജി, ഒരു ആഘോഷത്തിൻ്റെ എനർജിയാണ് ഇവിടെ കാണുന്നത്. ആഘോഷം, സന്തോഷം, മറ്റുള്ളവരായിട്ട് പങ്കുവെക്കുന്നതും, ഇപ്പോൾ സഹപ്രവർത്തകരായിട്ടായിരിക്കാം അല്ലെങ്കിൽ ഫാമിലിയുമായിട്ടായിരിക്കാം നിങ്ങൾ ആഘോഷിക്കുന്നു, ആഘോഷത്തിൽ പങ്കെടുക്കുന്നു, മറ്റുള്ളവർക്ക് നിങ്ങളുടെ ഒരു ട്രീറ്റ് കൊടുക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അതാണ് 6 ഓഫ്
വാൺസിൻ്റെ എനർജി. അടുത്തത് സ്റ്റാർ കാർഡാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കാണിക്കാൻ വേണ്ടി പറ്റുന്നില്ല, അതുകൊണ്ടാണ്. അതായത് നിങ്ങളിലേക്ക് ഒരു പ്രതീക്ഷ വരുന്നു, അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം ഫെയ്ത്ത്ഫുള്ളായിട്ടും കാണുന്നു. ഇവിടെ സ്പിരിച്വലി ഒരുപാട് പേർ അവേക്കനിങ് ആയിട്ട് വരുന്നു എന്നുള്ളതുമാണ് ഇവിടെ കാണുന്നത്. സ്പിരിച്വലി ഒരുപാട് പേർക്ക് ഒരു അവേക്കനിങ് വരുന്നു എന്നുള്ളതും, അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ഒരു എന്താണ്, ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു പുതുമ നിങ്ങളിലേക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ വളരെ എല്ലാ കാര്യങ്ങളെയും നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ കാണാൻ വേണ്ടി പറ്റുന്നു. ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി, ഒരു ശുഭപ്രതീക്ഷയോടുകൂടി എല്ലാ കാര്യത്തെയും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളതാണ് ഇവിടെ സ്റ്റാർ കാർഡ് പറയുന്നത്. അങ്ങനെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഹയർ സെൽഫുമായിട്ട് ഒരു അലൈൻമെൻറ്റ് വരുന്നതായിട്ടും, പഴയ പല കാര്യങ്ങളും നിങ്ങളുടെ വിഷമിപ്പിച്ചിട്ടുള്ളതായിട്ടുള്ള പല കാര്യങ്ങളിൽ നിന്നും അതിനെ മറികടന്നുകൊണ്ട് പുതിയ കാര്യങ്ങളിലേക്ക് പോകുന്നതായിട്ടും കാണുന്നുണ്ട്. അതുപോലെ തന്നെ പഴയ മുമ്പുണ്ടായിരുന്ന നിങ്ങളുടെ ബന്ധത്തിൽ നിന്നും അത് മനസ്സിലാക്കി, അതിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് പുതിയത് തുടങ്ങുന്നു. അതിലെ പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതും, അതുപോലെ തന്നെ ഇപ്പോഴുള്ള ബന്ധത്തിലായാലും നിങ്ങൾ പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോകുന്നതായിട്ടുമാണ് ഇവിടെ കാണുന്നത്. ചിലതൊക്കെ പഴയത് മനസ്സിലാക്കിയിട്ട് അത് അവിടെ അവസാനിച്ച് പുതിയത് തുടങ്ങുന്നതായിരിക്കാം. ഇല്ലെങ്കിൽ ഇല്ല ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനെ നിങ്ങൾ എങ്ങനെ നല്ല രീതിയിലാക്കാം എന്ന് ചിന്തിച്ചിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു എനർജിയും ഇവിടെ കാണുന്നു. ഒരു സ്പിരിച്വൽ യാത്രയുടെ തുടക്കവും, അതുപോലെ തന്നെ ഒരു പ്രതീക്ഷ, ഹീലിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ സ്റ്റാർ കാർഡ് സൂചിപ്പിക്കുന്നു. വളരെ നല്ലൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം ഒരു വ്യക്തത നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇതാണ് ഇവിടെ സ്റ്റാർ കാർഡ് പറയുന്നത്. അതുപോലെ തന്നെ ഓക്കെ, എംപറർ ഉണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് അതിലൂടെ നിങ്ങൾക്ക് എന്താണ് ഒരു ഘടന വരുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. ലൈഫിലൊരു ഘടന വരുന്നതായിട്ടും, എന്താണ് ഒരു വ്യക്തമായിട്ടുള്ളൊരു സ്ട്രക്ചർ വരുന്നതായിട്ടൊക്കെയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾക്കൊരു റീയൂണിയനും ആയിരിക്കാം കേട്ടോ. അങ്ങനെ ഒരു ഇത് കൂടെ എനിക്ക് തോന്നുന്നു. ഒരു റീയൂണിയൻ നിങ്ങളിലേക്ക് കുറേ നാളായിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ആ ഒരു ബന്ധമില്ലാത്തിരുന്ന ആ ഒരു വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ഒരു റീയൂണിയൻ്റെ ഒരു എനർജിയും കൂടി ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. അടുത്തിരുന്ന് സംസാരിക്കുന്നുണ്ടാകും. അതുപോലെ തന്നെ ഒരു റീയൂണിയൻ ആയിരിക്കാം. അതും ഈ 6 ഓഫ് വാൺസിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഗൈഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഏഞ്ചൽസ് ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം. അപ്പോൾ നിങ്ങളിലേക്കൊരു തുടക്കമൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതിൽ നിന്നൊക്കെ വിട്ടുമാറി നിൽക്കുക. അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാതെ വളരെയധികം പോസിറ്റീവായിട്ടിരിക്കുക. പിന്നെ എന്താണ്, മെഡിറ്റേഷനൊക്കെ ചെയ്യുക, നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക, നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. നിങ്ങളിലേക്ക് അവസരങ്ങളൊക്കെ വരുന്നുണ്ട്, പുതിയ ബന്ധങ്ങളും ഒക്കെ വരുന്നുണ്ട്, ആഘോഷങ്ങളുണ്ട്. അപ്പോൾ വളരെ നല്ലൊരു ദിവസമാണിന്ന്. എല്ലാ പോസിറ്റീവ്സും നിങ്ങളിലേക്ക് എത്തട്ടെ. നെഗറ്റീവ്സിൽ നിന്ന് ഒക്കെ മാറി വിട്ട് നിൽക്കുക എന്നുള്ളതും കൂടിയാണ് ഇവിടെ പറയാനുള്ളത്. കോൺഫ്ലിക്റ്റിൽ നിന്നൊക്കെ മാറി നിൽക്കുക എന്നുള്ളത്. ഓക്കെ, ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം. വെയിറ്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും കാര്യം നിങ്ങൾ പുതുതായിട്ട് തുടങ്ങാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ അതിനൊന്ന് വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. ദ സിറ്റുവേഷൻ വിൽ ഇമ്പ്രൂവ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴുള്ള സിറ്റുവേഷൻ മാറും, അത് ഇമ്പ്രൂവ് ചെയ്യും. ഇവിടെ സാഡായിട്ടിരിക്കുന്നത് പോലെ നെഗറ്റീവ് രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ എന്താണ്, സിറ്റുവേഷൻ വിൽ ഇമ്പ്രൂവ്, ആ സിറ്റുവേഷൻ മാറിയിട്ട് നല്ല രീതിയിലാവും എന്നുള്ളതാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത്. അടുത്ത കാർഡ് ലുക്ക് ഫോർ എ സൈൻ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളിലേക്ക് ഡിവൈനായിട്ട് തന്നെ ഒരു അവസരം കൊണ്ടുതരുന്നതായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൈനായിട്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് പറയുക, യൂണിവേഴ്സ് ഇന്ന് സൈൻ എനിക്ക് കാണിച്ചു തരണം എന്നുള്ള രീതി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സൈൻ നിങ്ങളിലേക്ക് എത്തും എന്നുള്ളതാണ്. ആ ഒരു സൈൻ നിങ്ങൾ കാണും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്, ഏഞ്ചൽസ് പറയുന്നത്. ഓക്കെ, നിങ്ങളിലേക്ക് വരുന്ന അവസരങ്ങളിലായിരിക്കും നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ചിട്ട് അതെനിക്ക് ലഭിക്കുമെങ്കിൽ, അല്ലെങ്കിൽ അതെനിക്ക് നല്ലതാണെങ്കിൽ ഇന്ന സൈൻ എനിക്ക് യൂണിവേഴ്സ് കാണിച്ചു തരണമെന്ന്
നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങളിലേക്ക് അത് എത്തിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇന്നത്തെ ഗൈഡൻസ്. എല്ലാ പോസിറ്റീവ്സും നിങ്ങളിലേക്ക് എത്തട്ടെ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടിടത്തൊക്കെ ശ്രദ്ധിക്കുക. ഇന്ന് വളരെ നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ല ആഘോഷങ്ങളിലൊക്കെ എല്ലാവർക്കും പങ്കെടുക്കാൻ സാധിക്കട്ടെ. നല്ല വിജയങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരട്ടെ. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുപോലെ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിനും സ്നേഹത്തിനും ഒക്കെ നന്ദി. നിങ്ങളുടെ ലൈക്സിന് കമൻസിനും ഒക്കെ നന്ദി. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, എങ്കിലാണ് നിങ്ങളുടെ എനർജിയും കൂടി ഇതിലേക്ക് വരുന്നത്. വ്യൂവേഴ്സിനും നന്ദി. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. Thank you for watching.